അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ അവൻ്റെ മുൻ നിർണയപ്രകാരം തെരഞ്ഞെടുപ്പിൽ നാം ഭാഗവാക്കുകൾ ആയി പോയതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ വചനം ശ്രദ്ധിപ്പാനും ദൈവത്തോട് ചേർന്നിരിപ്പാനും ഒരു അവസരമുണ്ടായി മാറിയത്. ഓരോ വ്യക്തികളെയും ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ സ്പെസിഫിക് പർപ്പസുകളുണ്ട്. പക്ഷേ പലപ്പോഴും മാനുഷിക ജീവിതത്തിൽ നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെ നമ്മുടെ അന്ത്യത്തിലേക്ക് അടുത്തു പോകുന്നു എന്നുള്ളതാണ് ഒരു സത്യമെന്ന് പറയുന്നത്. അതായത് യേശുവിനെ രക്ഷകരായി വിശ്വസിക്കുന്നു, നമ്മൾ അവനോട് ചേർന്ന് ജീവിക്കുന്നു, വിശുദ്ധരായി സ്വർഗത്തിലേക്ക് പോകുന്നു. ഇതെല്ലാം ഒരു ജനറൽ പർപ്പസിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓരോ മനുഷ്യനെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. എന്നാൽ ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്ത് ഭൂമിയിൽ ദൈവത്തിന്റെ സ്നേഹിതനായി മാറ്റി നിർത്തുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. ഒരു ജനറൽ പർപ്പസിനേക്കാൾ, ഒരു കോമൺ പർപ്പസിനേക്കാൾ ഒരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. അത് പലപ്പോഴും നാം മനസ്സിലാക്കാതെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കാറുള്ളത്. ഇന്ന് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള സ്പെഷ്യൽ കോളിംഗ് എന്താണ്, സ്പെഷ്യൽ പർപ്പസ് എന്താണ്, അതിനുവേണ്ടി ഒരുങ്ങുവാനും പ്രയത്നിക്കുവാനും നിങ്ങൾക്ക് കഴിയണം. 100 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു എന്നുള്ളതല്ല, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഈ ജീവിതത്തെ ക്രമപ്പെടുത്തി ആ പ്രത്യേക ഉദ്ദേശത്തെ നിർവഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സക്സസ് ആയി തീരും. എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു, എപ്പോൾ തിരഞ്ഞെടുത്തു എന്നൊക്കെ ആധികാരികമായി പഠിക്കാൻ നമുക്ക് മുൻപിൽ സമയമില്ലെങ്കിൽ പോലും യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് തിരഞ്ഞെടുപ്പ്, 2 പ്ലേസ്മെന്റ്. ഇത് രണ്ടും നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നാം തിരിഞ്ഞു ചിന്തിക്കണം. തിരഞ്ഞെടുപ്പിൽ അംഗമായി മാറിയത് കൊണ്ടാണ് നാം ഇന്ന് ഇവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആരാ തിരഞ്ഞെടുത്തത്? സർവശക്തനായ ദൈവം. ആ ഭാഗ്യം നമുക്ക് ലഭിക്കാൻ കാരണമായി തീർന്നത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം എനിക്ക് അവൻ തന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം മാനുഷികമായ നിലയിൽ നിന്നുകൊണ്ട്, മാനുഷികമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കണമെങ്കിൽ ഏറ്റവും നല്ലതും ഉചിതമായതും എനിക്ക് പ്രയോജനമെന്ന് തോന്നുന്നതുമായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും 2 പ്രത്യേകതകളുണ്ട്. 2 തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകളാണുള്ളത്. ഒന്ന് ഇലക്ഷൻ, 2 സെലക്ഷൻ. എന്താണ് ഇലക്ഷൻ? ഇലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കേട്ട് പരിചയമുള്ള വാക്കായതുകൊണ്ട് തന്നെ പല വ്യക്തികൾ ചേർന്ന് ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതാണ് ഇലക്ഷൻ. അതായത് പലർ ചേർന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കുന്നതിനെ നമ്മൾ ഇലക്ഷൻ എന്ന് വിളിക്കും. ഇനി എന്താണ് സെലക്ഷൻ? സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ ചന്തകളിലോ കടകളിലോ പോയി പച്ചക്കറികളോ പഴങ്ങളൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു കടയിൽ പോയി മറ്റെന്തെങ്കിലും വിശേഷ വസ്തുക്കൾ തിരഞ്ഞെടുക്കാറുണ്ട്. അവിടെ നടക്കുന്നത് നമ്മൾ ചെന്ന് പലതിൽ നിന്ന് ചിലതിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്നത് പല ആളുകൾ ചേർന്ന് ഒന്നിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു. സെലക്ഷൻ എന്ന് പറയുന്നത് ഒരാൾ പലതിൽ നിന്നും ചിലതിനെ തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു ഇലക്ഷൻ ആയിരുന്നില്ല, അതൊരു സെലക്ഷൻ ആയിരുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ഒരു പാർശ്വവൽക്കരണത്തിലൂടെയല്ല, ഇലക്ഷൻ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നതെങ്കിൽ എനിക്ക് പ്രയോജനമുള്ള ഒരു ദൈവത്തെ ഞാൻ തിരഞ്ഞെടുത്തേനെ. എനിക്ക് നന്മ തരുന്ന, എന്നെ അനുഗ്രഹിക്കുന്ന, വിടുതൽ തരുന്ന, പ്രയോജനം മാത്രം എനിക്ക് ലഭിക്കുന്ന ഒരു ദൈവത്തെ തിരഞ്ഞെടുത്തേനെ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നടന്ന സെലക്ഷനിൽ ഞാൻ രൂപഗുണമുള്ളവനോ നല്ലവനോ കൊള്ളാവുന്നവനോ ആയിട്ടല്ല, ഒന്നിനും കൊള്ളില്ലാത്തവനായിട്ട് പാപത്തിന്റെ ചെളിക്കുണ്ടിൽ കിടന്ന എന്നെയും നിങ്ങളെയും അവൻ തിരഞ്ഞെടുത്ത് അവനോട് ചേർത്തണയ്ക്കാൻ അവനൊരു ഇഷ്ടം തോന്നിയത് അതൊരു മഹാകൃപയല്ലേ, അതൊരു മഹാഭാഗ്യമല്ലേ? ഇന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെലക്ഷൻ വന്ന് വീണിട്ടുണ്ടെങ്കിൽ, ഒരു സ്പെഷ്യൽ കോളിംഗ് വന്ന് വീണിട്ടുണ്ടെങ്കിൽ ഒരു ഉറപ്പ് ഞാൻ പറയാം, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എന്തോ ഒരു സ്പെഷ്യൽ പർപ്പസ് നിർവഹിക്കാനുണ്ട്. അതിനുവേണ്ടി യോഗ്യമാകുന്ന വണ്ണം ഒരു തീരുമാനമെടുത്ത് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ കഴിയട്ടെ. നമ്മുടെ ഈ ജീവിതത്തിൽ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 ഈ വർഷം ജീവിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ലാത്ത സാഹചര്യത്തിൽ എന്താണോ എന്നെക്കുറിച്ച് ദൈവം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന പദ്ധതി അത് നിർവഹിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? യേശുവിന്റെ ഇഹലോക ജീവിതത്തിലെ പ്രവൃത്തി സമയം എന്ന് പറയുന്നത് 3.5 വർഷമായിരുന്നു. ആ 3.5 വർഷം കൊണ്ട് അവൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് അവൻ അവസാനം പറയുന്നത് സകലവും നിവൃത്തിയായെന്നാണ്. ഇതുപോലെ തന്നെ ക്രിസ്തീയ വിശുദ്ധന്മാരുടെ പട്ടിക എടുത്തു നോക്കിക്കഴിഞ്ഞ് അവർ അവരുടെ ജീവിതം കൊണ്ട് അവരുടെ സ്പെഷ്യൽ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്തിട്ടാണ് അവസാനിപ്പിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നത്. യോഹന്നാൻ സ്നാപകന്റെ കാര്യം എടുത്താൽ വെറും 6 മാസത്തെ കണക്ക് മാത്രമേ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുള്ളൂ. തന്റെ ദൗത്യ നിർവഹണം തീർത്തപ്പോൾ ദൈവം അവനെ ഈ ലോകത്തിൽ നിന്നും എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
സ്തേഫാനോസിന്റെ ജീവിതം പഠിച്ചു നോക്കുക. വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് മാത്രം തന്റെ ശുശ്രൂഷ പൂർത്തീകരിച്ച് സ്വർഗ കവാടം തുറന്ന് അതിലേക്ക് കയറിപ്പോകുന്ന ഒരു സ്തേഫാനോസിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ലൈഫ് പൂർത്തീകരിക്കുക എന്നുള്ളതല്ല പ്രധാനം. ദൈവം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ചു പറയുന്നത്, സമയപൂർത്തീകരണമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവും കടമയും പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്, ഈ ലോകത്തിൽ എനിക്ക് തന്ന ആയുസ് പൂർത്തീകരിച്ചു വരുവാനുള്ള ലോകത്തിലേക്ക് പ്രത്യാശയോടെ ജീവിക്കാൻ എങ്ങനെയെങ്കിലും എത്തിച്ചേരുക എന്നുള്ളതാണ്. എന്നാൽ അതിനു മുൻപ് ഈ ലോകത്തിൽ എനിക്ക് തന്ന ആയുസ്സിൽ ദൈവം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ആ പദ്ധതി പൂർത്തീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് തിരിഞ്ഞു ചിന്തിക്കാൻ ഈ ഒരു അവസരം നിങ്ങൾ വിനിയോഗിക്കുമോ? ഒരു കോമൺ പർപ്പസിനപ്പുറത്ത്, ഒരു ജനറൽ പർപ്പസിനപ്പുറത്ത് എന്താണ് എന്നെക്കുറിച്ചുള്ള വിളി, എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം, അതെനിക്ക് വെളിപ്പെടുത്തി തന്ന് അതിലേക്ക് ഇറങ്ങുവാൻ, ആ ഉത്തരവാദിത്തങ്ങൾ നടപ്പിലാക്കാൻ എനിക്ക് പ്രാപ്തിയും കൃപയും തരണമേ എന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയുമോ? ഇതൊരു വലിയ സുവിശേഷ വേലയ്ക്കുള്ള വിളിയൊന്നുമല്ല. ഒരുപക്ഷെങ്കിൽ ഒരു വ്യക്തിയെ സഹായിക്കാനായിരിക്കാം, ഒരു വ്യക്തിയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാനായിരിക്കാം, ഒരു വ്യക്തിയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കാനോ അവരുടെ വേദനയിൽ ചേർത്ത് പിടിക്കാനോ ആയിരിക്കാം. ചെറുതോ വലുതോ ആയ എന്ത് പർപ്പസിനാണെങ്കിലും ഞാൻ അതിന് വിധേയയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതവും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അക്കംപ്ലിഷ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് പ്രതീക്ഷ അലയുന്ന അനേകം പേർക്ക് ആശ്വാസമായി, സാന്ത്വനമായി, സ്നേഹമായി നമ്മുടെ കരങ്ങൾ അവരിലേക്ക് എത്തട്ടെ. എന്നെക്കുറിച്ച് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ പദ്ധതിയിലേക്ക് എത്തിക്കാൻ എനിക്ക് പ്രാപ്തിയും കൃപയും തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.